നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം ലാറ്റിൻ അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു പാബ്ലോ നെരൂഡ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു റൈറ്റിങ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ലാറ്റിൻ അമേരിക്കൻ പോയിറ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, The sites of Machu Picchu, one of the centers of ancient South American civilization. പഴയ കാലഘട്ടത്തിലെ സൗത്ത് അമേരിക്കയിലെ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്ന മാച്ചു പിച്ചു എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പോയത്തിൽ അദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്നത് ദ അബ്ഡൻസ് ഓഫ് റിസോഴ്സസ്, അവിടെ അന്ന് വളരെയധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിവിലൈസ്ഡ് കൾട്ടിവേറ്റഡ് മൈസ്, അവിടെ വളരെയധികം മൈസ് അല്ലെങ്കിൽ ചോളം കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ റെയർഡ് ഷീപ്സ്, അവർ മൃഗങ്ങളെ പ്രത്യേകിച്ച് ചെമ്മരിയാടുകളെ ഇണക്കി വളർത്തിയിരുന്നു. അക്വേർഡ് വെൽത്ത് ത്രൂ ട്രേഡ്, കച്ചവടങ്ങളിലൂടെയും മറ്റും വളരെയധികം സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയുടെ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥയാണ് ഈ പറയുന്നത്. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനൈസ്ഡ് ദ ലാറ്റിൻ അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ദിസ് എക്കണോമിക് റിച്ച്നെസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വളരെ നല്ല രീതിയിൽ, അതായത് അവിടെ റിസോഴ്സസ് ഉണ്ടായിരുന്നു, ഇവിടെ മൈസാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അവർ ചെമ്മരിയാടുകളെ ഇണക്കി വളർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വളരെയധികം വിഭവങ്ങളും ധാതുക്കളും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ഈ ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കി മാറ്റി. അപ്പോൾ ലാറ്റിൻ അമേരിക്കയെ കൺട്രോൾ ചെയ്തിരുന്നവർ സ്പെയിൻകാരും പോർച്ചുഗീസുകാരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. The Spanish and Portuguese propagated their language, religions and customs. ഇതിൽ ആദ്യമായിട്ട് ചെയ്ത ഈ സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ചെയ്തത് അവരുടെ ഭാഷയും അവരുടെ മതവും അവരുടെ സംസ്കാരവും ഒക്കെ ഇവിടുത്തെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു. They built houses and churches in Spanish style. ഇവർ സ്പാനിഷുകാരുടെ രീതിക്ക് അനുസരിച്ച്, ഇപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറും ഓരോ സ്റ്റൈലും ഒക്കെ ഉണ്ട്. അവിടുത്തെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ പണിയുക, ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുക, അവരുടെ എഡ്യൂക്കേഷണൽ പാറ്റേൺ, ഇതിലൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഓരോ രാജ്യങ്ങൾക്ക് ഓരോ രീതിയും ഓരോ സ്റ്റൈലും ഒക്കെയാണ്. ഇപ്പോൾ ഇവരുടെ പോർച്ചുഗീസുകാരും സ്പെയിനുകാരും ഒക്കെ ചെയ്ത് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, അവരുടെ ഭാഷ, റിലീജിയൻസ്, മതം, അവരുടെ കസ്റ്റംസ്, അവരുടെ ആചാരങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് അവിടുത്തെ ജനങ്ങളുടെ, ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ മുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ്, ഇവർ ധാരാളം പള്ളികളും അമ്പലങ്ങളും ഒക്കെ നിർമ്മിച്ചു. ചർച്ചസും വീടുകളും, അമ്പലമില്ല, ചർച്ചസ്, അതായത് ക്രിസ്ത്യൻ പള്ളികളും വീടുകളും ഒക്കെ നിർമ്മിച്ചു. ഏത് സ്റ്റൈലിലാണ്? സ്പെയിനുകാരുടെ സ്റ്റൈലിലാണ് ലാറ്റിൻ അമേരിക്കയിൽ പണി കഴിപ്പിച്ചത്. ദെൻ സെവറൽ സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇമ്പാർട്ടിംഗ് സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അതോടൊപ്പം തന്നെ ഇവർ മറ്റു ഭാഷകൾക്ക്, സ്പാനിഷ് ഭാഷയൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു. ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ് ആൻഡ് ക്രോപ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. സ്പെയിനുകാർ നടത്തിക്കൊണ്ടിരുന്ന കൃഷി രീതിയും അവരുടെ അവിടെ ഉണ്ടായിരുന്ന വിത്തുകളും ഒക്കെ ഈ ലാറ്റിൻ അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം ദ യൂറോപ്യൻസ് ടു ലാറ്റിൻ അമേരിക്കൻസ്. യൂറോപ്പിൽ നിന്നും പുതിയ പുതിയ അസുഖങ്ങൾ ഈ ലാറ്റിൻ അമേരിക്കയിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് പല ചൈനയിൽ നിന്നും മറ്റുമൊക്കെ ഉള്ള വൈറസാണ് നമ്മുടെ ലോകത്തെ മുഴുവനും ഇപ്പോൾ കീഴ്പ്പെടുത്തി നമ്മൾ ഈ ഒരു അവസ്ഥയിലിരുന്ന് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഡിസീസസ് അന്ന് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു. ഈ പകർച്ചവ്യാധി, പ്രത്യേകിച്ച് എപ്പിഡമിക്സ്, ഈ എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ വളരെ പണ്ടുകാലം മുതലേ പല രീതിയിലും പല രാജ്യങ്ങളെയും പല ഘട്ടങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെയും എന്ത് ചെയ്തു? ദ സ്പാനിഷ് പ്രൈമിംഗ് മെത്തേഡ്സ് ഓഫ് ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം ദ യൂറോപ്പ് ടു ലാറ്റിൻ അമേരിക്ക. യൂറോപ്പിൽ നിന്നും മറ്റും പുതിയ അസുഖങ്ങൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് ഈ സ്പെയിനുകാരിലൂടെയും പോർച്ചുഗീസുകാരിലൂടെയും എത്തി. ദെൻ ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് വെയർ എൻഫോഴ്സ്ഡ് ടുവേഴ്സ് ദ നേറ്റീവ്സ് ഇൻ ആൾ വർക്ക്സ് ഓഫ് ലൈഫ്. വംശീയപരമായ വേർതിരിവ് തൊഴിൽ മേഖലയിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടായി. ദേ ലൂട്ടഡ് ദ റിസോഴ്സസ് ആൻഡ് വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ. അവർ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളുടെ വിഭവങ്ങളും അവരുടെ സമ്പത്തും ഒക്കെ ചൂഷണം ചെയ്തു ഈ പറയുന്ന സ്പെയിൻകാരും പോർച്ചുഗീസുകാരും. ദെൻ എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക്. ദ റവല്യൂഷണറീസ് ലെഡ് ബൈ ദ ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ ആൻഡ് സൈമൺ ബൊളീവർ എക്സെട്ര ലെഡ് ദ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഭയങ്കരമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ, ഈ സ്പെയിനും പോർച്ചുഗീസിനുമെതിരെ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ അതിനെതിരെ തിരിയുകയും അതിന് നേതൃത്വം കൊടുത്തവരാണ് പ്രധാനമായിട്ട് ഈ റവല്യൂഷണറീസ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷണറി ലീഡേഴ്സിൻ്റെ പേരുകൾ ഓർമ്മിച്ചോളുക. ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ, ഫ്രാൻസിസ്കോ ഡി മിരാൻഡ എന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, ഫ്രാൻസിസ്കോ മിരാൻഡ എന്നേ ഉള്ളൂ. ഫ്രാൻസിസ്കോ മിരാൻഡ, പിന്നെ സൈമൺ ബൊളീവിയർ,
എന്ന് പറയുന്ന നേതാക്കന്മാരായിരുന്നു ഏതിന് നേതൃത്വം കൊടുത്തത്? ലാറ്റിൻ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളിന് നേതൃത്വം. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്? ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ, പിന്നെ സൈമൺ ബൊളീവാർ. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു? ലാറ്റിൻ അമേരിക്ക സ്വതന്ത്രമായി. ഇനി അടുത്ത നമ്മൾ പറയുന്ന റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലും നമ്മൾ ഇപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിൽ പറഞ്ഞതുപോലെ തന്നെ റഷ്യയിലെ മാക്സിം ഗോർക്കിയുടെ അമ്മ ദ മദർ എന്ന് പറയുന്ന ഒരു കൃതിയിൽ അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് അതിൽ പറയുന്നു. These are the words of one of the characters of the mother, the novel written by the world famous Russian writer Maxim Gorky. മാക്സിം ഗോർക്കി ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്, റഷ്യക്കാരനായ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The plight of the workers and farmers Russian, their aims are reflected in the അവിടുത്തെ കർഷകരുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികളുടെയും ഒക്കെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും ഒക്കെ ആയിരുന്നു ആ കൃതിയിൽ കൂടുതലായിട്ടും വർണ്ണിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ തന്നെയായിരുന്നു, അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വെച്ച ഡിമാൻഡുകൾ, വർക്കേഴ്സിൻ്റെ ഡിമാൻഡുകൾ: ടു അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, സ്വകാര്യ സ്വത്തവകാശ നിയമം അവസാനിപ്പിക്കുക. എവരി വൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക. പിന്നെ ചൂഷണം, ഓവർ എക്സ്പ്ലോയിറ്റേഷനെതിരെ അല്ലെങ്കിൽ ചൂഷണം ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും അവർ ഡിമാൻഡ് ചെയ്യപ്പെട്ടു അവിടുത്തെ വർക്കേഴ്സ്. കാരണം അവിടുത്തെ അതുവരെ ഉണ്ടായിരുന്ന ഭരണ സമയത്ത് ജനങ്ങളെ അത്തരത്തിലാണ് റഷ്യയിൽ ചൂഷണം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. ദെൻ ഈ ആ സർക്കംസ്റ്റാൻസസ് മൂലം അവരെന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. The farmers and factory workers in Russia led to the tragic life under the autocracy of the Tsarist empires who ruled Russia. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാണ് സർ ചക്രവർത്തി. നമ്മൾ നേരത്തെ ലൂയിസിനെ കുറിച്ചൊക്കെ ഫ്രാൻസിൽ പറഞ്ഞതുപോലെ റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാണ് സർ ചക്രവർത്തിമാർ. അപ്പോൾ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം അവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്കും ഫാക്ടറി ജോലിക്കാർക്കും ഒക്കെ തന്നെ അവരുടെ ജീവിതം വളരെ മിസറബിളാകുന്നതിന് വഴിയൊരുക്കി. ആരുടെ ഭരണമാണ്? സറിസ്റ്റ് റൂളേഴ്സ്, സർ ചക്രവർത്തിമാർ, സർ എംപറേഴ്സ്, സർ ചക്രവർത്തിമാരുടെ ഭരണം. അതവരുടെ ഒരു ഇതാണ്. സർ ചക്രവർത്തിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ ചക്രവർത്തിമാരെ അറിയപ്പെട്ടിരുന്ന ഒരു ഔദ്യോഗിക നാമധേയമാണ് സർ. The low agriculture production affected the farmers' income. Moreover, the landless farmers had to pay huge tax. ഇപ്പോൾ ഈ വളരെ അതായത് ഈ കർഷകർക്കും മറ്റുമൊക്കെ അവർ കൊടുത്തിരുന്ന ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളിലേക്കുള്ള കുറവ് കർഷകരുടെ വരുമാനത്തിനും വളരെയധികം കുറവ് വരുത്തി. പക്ഷേ ഈ കർഷകർക്ക് വരുമാനത്തിൽ കുറവുണ്ടെങ്കിലും ഈ കർഷകർ എന്ത് ചെയ്യണം? കൂടുതൽ എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു, ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ദ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. റഷ്യ വളരെയധികം വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ദെയർ ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻ വാസ് മേർജ്, അവരുടെ വ്യാവസായികപരമായ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദി ഇൻഡസ്ട്രീസ് എക്സിസ്റ്റഡ് ദെയർ. അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഭൂരിഭാഗം ബിസിനസ്സുകളും അല്ലെങ്കിൽ വ്യവസായശാലകളും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് യൂറോപ്യൻ പവറായിരുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലും കണ്ടിരുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രീസൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് യൂറോപ്യൻ പവറായിരുന്നു. അവിടുത്തെ ലേബേഴ്സിനും വർക്കേഴ്സിനും ഫാമേഴ്സിനും ഒന്നും വേണ്ടുന്നത്ര പ്രിവിലേജസ് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കർഷകർ കൂടുതലായിട്ട് വരുമാനം കുറവും അവർ കൂടുതൽ തുക നികുതിയായിട്ട് കൊടുക്കേണ്ടിയും വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ മറ്റുള്ള പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന റഷ്യയിലും അന്നുണ്ടായിരുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിക്കുള്ള രാജ്യങ്ങളിലെയും സോഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഒക്കെ തന്നെ ഏറെക്കുറെ ഒരേപോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയെല്ലാം ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷൻ അന്ന് അവരുടെ സൊസൈറ്റിയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇനി അവിടുത്തെ ചിന്തകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മാക്സിം ഗോർക്കിയെ കുറിച്ച് പറഞ്ഞു. മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന് പറയുന്ന ഒരു കൃതി നമ്മൾ പറഞ്ഞു. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ് ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ ദെയർ വർക്ക്. അവരുടെ കൃതികളിലൊക്കെ തന്നെ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ എഴുത്തുകാരായ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ്, ഇവരെയൊക്കെ പ്രധാനപ്പെട്ട റഷ്യയിലെ ചിന്തകരും എഴുത്തുകാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ കൃതികളിലൊക്കെ തന്നെ അവിടുത്തെ കർഷകരുടെ അവസ്ഥകളും അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും ഒക്കെ ഇത് പരാമർശിക്കപ്പെട്ടിരുന്നത്. They called for establishing the supremacy of workers instead of that by the capitalists. മുതലാളിമാരാൽ ചൂഷണം ചെയ്യപ്പെട്ട കർഷകരുടെ ജീവിതമായിരുന്നു ഇവരുടെ കൃതികളിലൊക്കെ തന്നെ പരാമർശിക്കപ്പെട്ടിരുന്നത്.
അപ്പോൾ ഇവരുടെ കൃതികളിലൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കർഷകരുടെ ജീവിതമായി. അപ്പോൾ ഇവർ ആരാൽ ചൂഷണം ചെയ്യപ്പെട്ടവരായിരുന്നു? മുതലാളിമാരിനാൽ ചൂഷണം ചെയ്യപ്പെട്ടവരായിരുന്നു ഈ പറയുന്ന കർഷകർ. അവരെക്കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ടും പരാമർശിക്കപ്പെട്ടത്. ട്രേഡ് യൂണിയൻസ് വെയർ ഫോം ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ ഫ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ ആ സമയത്താണ് ജനങ്ങൾക്ക് ഓർഗനൈസ് ചെയ്താലോ അല്ല പ്രത്യേകിച്ച് വർക്കേഴ്സിന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ ഉദയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു പരാമർശം ഉണ്ടാകുന്നത്. ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ഫൈൻഡ് റെമഡീസ് ഫോർ ഫ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ ഈ കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ അവർക്ക് അടുത്തൊരു സൊല്യൂഷനായിരുന്നു ഈ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. Based on the Marxist ideology, the Social Democratic Workers' Party was formed. Later, this party split to the Menshevik, that is a minority, and a Bolshevik majority. അപ്പോൾ ഈ അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാൾ മാർക്സിൻ്റെ ഐഡിയോളജിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, ഒരു സാമൂഹ്യ ജനാധിപത്യ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പാർട്ടി രൂപം കൊണ്ടു. പിന്നീട് ആ പാർട്ടി എന്ത് ചെയ്തു? രണ്ടായിട്ട് മാറി. മാൻഷെവിക്സ് എന്നും ബോൾഷെവിക്സ് എന്നും പറഞ്ഞ് രണ്ട് പാർട്ടികളായിട്ട് മാറി. മാൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയും ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി. ആ രണ്ടർത്ഥം വരുന്നത് മെൻഷെവിക്കും അതേപോലെ തന്നെ ബോൾഷെവിക്. The main leaders of the Bolsheviks were Lenin and Trotsky. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ ബോൾഷെവിക്ക് എന്ന് പറയുന്നത്, ബോൾഷെവിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മെജോറിറ്റിയാണ്, അതിൻ്റെ നേതാവായിരുന്നു ലെനിനും അതോടൊപ്പം തന്നെ പിന്നെ ആരായിരുന്നു? ട്രോട്സ്കി. അലക്സാണ്ടർ കറൻസ്കി ലെഡ് ടു ദ മെൻഷെവിക്കിൻ്റെ നേതാവായിരുന്നു അലക്സാണ്ടർ കറൻസ്കി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ തൊഴിലാളി സംഘടനയൊക്കെ ഉണ്ടാക്കണമെന്ന് ആശയം കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ സാമൂഹിക ജനാധിപത്യ തൊഴിലാളി പ്രസ്ഥാനം അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. പിന്നീട് അത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു, മെൻഷെവിക്കും ബോൾഷെവിക്കുമായി. ബോൾഷെവിക്കിൻ്റെ നേതാവായിരുന്നു ലെനിനും ട്രോട്സ്കിയും. അതോടൊപ്പം തന്നെ ഈ ആദ്യം നമ്മൾ പറഞ്ഞ മൈനോറിറ്റീസ് എന്ന് പറയുന്ന മെൻഷെവിക്കിൻ്റെ നേതാവായിരുന്നു അലക്സാണ്ടർ കറൻസ്കി എന്ന് പറയുന്ന ആൾ. ദ ക്രൈസിസ് റീച്ച്ഡ് റോസ്റ്റ് ഓഫ് ദ റഷ്യ വാസ് ഡിഫീറ്റഡ് ദ റഷ്യൻ ജപ്പാൻ വാർ ഓഫ് 1905. The workers organized a huge march to Petrograd on 9th January 1905, demanding political rights and economic reforms. അപ്പോൾ എങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ക്രൈസിസ്, ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നം റീച്ച്ഡ് ദ റോസ്റ്റ് വെൻ ദ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ റഷ്യ ജപ്പാൻ വാർ 1905. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുകയും റഷ്യ വാസ് ഡിഫീറ്റഡ്. അപ്പം ക്രൈസിസ് ഈ സമയത്ത് ഈ ക്രൈസിസ് ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് ദ ഹ്യൂജ് മാർച്ച്. അങ്ങനെ തൊഴിലാളികൾ എല്ലാവരും കൂടി സംഘടിക്കുകയും അവരൊരു നീണ്ട മാർച്ച് അല്ലെങ്കിൽ ലോങ് മാർച്ച് നടത്തി, ഒരു ഹ്യൂജ് മാർച്ച് നടത്തി. എങ്ങോട്ടാണ്? പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റഷ്യയുടെ തലസ്ഥാനമായിരുന്നു. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 1905 ജാനുവരി 9 ഒരു മാർച്ച് നടത്തി. അവരുടെ ഡിമാൻഡിങ് ഇതായിരുന്നു: പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളും വേണം, സാമ്പത്തികപരമായ പരിഷ്കാരവും ഉണ്ടാവണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? പെട്രോഗ്രാഡിലേക്ക് ഒരു മാർച്ച് നടത്തി. ദ മാർച്ച് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ മസാക്കേഡ്. അപ്പോൾ ഈ മാർച്ചിനെതിരെ അവിടുത്തെ റഷ്യയുടെ സൈന്യം വെടിവെക്കുകയും സാധാരണക്കാരായ ജനങ്ങളുടെ നേരെ വെടിയുതിർക്കുകയും അതിൽ നൂറുകണക്കിന് ആൾക്കാരും പ്രവർത്തകരും ഒക്കെ മരണപ്പെടുകയും അവരെ രക്തസാക്ഷിത്വം വഹിക്കുകയും ഒക്കെ ചെയ്തു. ദിസ് ഈവൻറ്റ് ഈസ് നോൺ ആസ് എ ബ്ലഡി സൺഡേ. ഇതിനറിയപ്പെടുന്നത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നാണ് അറിയപ്പെടുന്നത്. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് കാൾഡ് ദ സോവിയറ്റ്സ്. അങ്ങനെ തൊഴിലാളികളെല്ലാം കൂടി ചേർത്ത് ഒരു സോവിയറ്റ്സ്, ജനങ്ങളുടെ ഒരു സംഘടന ഉണ്ടാക്കി. ദേ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്സ്. അതിൻ്റെ ഫലമായിട്ട് ഈ സോവിയറ്റ്സ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റഷ്യയിലാകമാനം പലതരത്തിലുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തു. വെൻ ദ സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്. അങ്ങനെ ഈ സമരങ്ങളൊക്കെ വളരെയധികം ശക്തിപ്പെടുകയും ദ എംപറർ വാസ് കമ്പൽഡ് ഫ്രം ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ഡ്യൂമ. അപ്പം ജനങ്ങളുടെ ഈ പ്രതിഷേധം വളരെയധികം മൂർച്ഛിച്ചപ്പോൾ അവിടുത്തെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ സർ ചക്രവർത്തിമാരെന്ത് ചെയ്തു? അവരെ കമ്പൽഡ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നിർബന്ധിതരാകേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ഡ്യൂമ എന്നുള്ള പേരിൽ ജനപ്രതിനിധി സഭ രൂപീകരിക്കാൻ അവർ നിർബന്ധിതരായി. ഡ്യൂമ എന്നാണ് അവിടുത്തെ പാർലമെൻറ്റിൻ്റെ പേര്. ദെൻ ദ ഇഗ്നോറിംഗ് ദ പ്രൊട്ടക്ട്സ് ഓഫ് ദ ഡ്യൂമ, നിക്കോളസ് സെക്കൻഡ് വെൻ ദ സാർസ് ഡിക്ലെയർഡ് ഇസ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914. അപ്പം നമുക്കറിയാം ലോകത്ത് 2 മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മഹായുദ്ധം നടന്ന 1914 മുതൽ 1918 വരെയാണ്. 19 പറയുന്നുണ്ടെങ്കിലും 18 വരെയാണ്.
അപ്പോൾ അതിൽ ആ 14-ലുള്ള ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്താണ് ഈ സംഭവമൊക്കെ അവിടെ നടക്കുന്നത്. So ignoring the protest of the Duma, Nicholas II the First decided to participate the First World War started in 1914. 1914 ആരംഭിച്ച ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന നിക്കോളാസ് സെക്കൻഡ്, അന്നത്തെ റഷ്യൻ ഭരണാധികാരിയായ നിക്കോളാസ് സെക്കൻഡ് തീരുമാനിക്കുകയും എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെയർ കിൽഡ് ഇൻ ദിസ് വാർ. അങ്ങനെ അവർ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ ധാരാളം റഷ്യൻ സൈനികർ മരണപ്പെടുകയും ഒക്കെ ചെയ്തു. Then food shortage became severe by 1917. 1917 ആയപ്പോൾ അന്ന് ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, അവിടെ വളരെയധികം, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1917 ആയപ്പോഴത്തേക്ക് അവിടെ ജനങ്ങൾക്ക് പട്ടിണി മൂലം ധാരാളം ആൾക്കാർ മരണപ്പെടുകയും ഭയങ്കര ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. Thousands of women marched along the streets of Petrograd on 8th March 1917, then clamoring for bread. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രാൻസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും സ്ത്രീകൾ ധാരാളം തെരുവിലേക്ക് ഇറങ്ങുകയും അവരുടെ ഡിമാൻഡ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് അവരുടെ ഡിമാൻഡ്? ഫുഡ് വേണം, അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമായ ആഹാരം വേണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മാർച്ച് 8-ാം തീയതി 1917 മാർച്ച് 8-ാം തീയതി സ്ത്രീകൾ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. The workers organized protest march in the Petrograd. Thousands of soldiers then clashed with the demonstrators in the beginning. ആ തുടക്കത്തിൽ തന്നെ ധാരാളം സൈനികരും ഈ പറയുന്ന പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ലേറ്റർ ദേ ജോയിൻഡ് ദ വർക്കേഴ്സ്. ക്രമേണ ഈ സമരത്തിലോട്ട് അവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളും കൂടിച്ചേർന്നു. ദെൻ ഇറ്റ് വാസ് എ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻക്ലൂഡഡ് ദം ടു ഡു സോ. അപ്പോൾ ഇത് ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാറൊക്കെ നടന്ന് തീരുന്ന ആ ഒരു സമയത്ത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ, സ്ത്രീകളുടെ ഈ സമരത്തിനെതിരെ വർക്കേഴ്സ്, തൊഴിലാളി പ്രസ്ഥാനക്കാരും ഇതിനോട് പങ്കുചേർന്നതോടുകൂടി അത് വലിയൊരു സമര പരിപാടിയായി മാറി. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ് ആൻഡ് നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഇൻ ടു ദ ഔട്ട് ഓഫ് പവർ. അങ്ങനെ ഈ ജനങ്ങൾ പെട്രോഗ്രാഡ് പിടിച്ചെടുക്കുകയും നിക്കോളാസ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. നിക്കോളാസ് സെക്കൻഡ് എന്ന് പറയുന്ന ഭരണാധികാരിയെ പുറത്താക്കുകയും ചെയ്തു. എ പ്രൊവിഷ്യൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി. അപ്പോൾ മെൻഷെവിക്കിൻ്റെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു ബോൾഷെവിക്കും ഉണ്ട്, ബെൻഷെവിക്കും ഉണ്ട്. അപ്പം ബോൾഷെവിക്കൊക്കെയാണ് ലെനിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. മെൻഷെവിക്ക് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഈ മൈനോറിറ്റീസ് എന്ത് ചെയ്തു, അതിൻ്റെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കി അവിടുത്തെ ഒരു പ്രൊവിഷ്യൽ ഗവൺമെൻറ്, ഒരു പ്രാദേശിക ഭരണ സംവിധാനം ഉണ്ടാക്കി അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ. ആരെ പുറത്താക്കിയിട്ടാണ്? അവിടുത്തെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് സെക്കൻഡിനെ ജനങ്ങൾ പുറത്താക്കുകയും പകരം ഈ അലക്സാണ്ടർ കെറൻസ്കിയെ നേതാവാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദെൻ അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കി എന്ത് ചെയ്തു, നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. Since the Russian calendar was a few days behind the international calendar, this revolution took place in March, can be known as February Revolution. അപ്പോൾ റഷ്യൻ കലണ്ടർ അന്നുണ്ടായിരുന്ന റഷ്യൻ കലണ്ടർ ഇൻ്റർനാഷണൽ കലണ്ടറിനെക്കാട്ടിയും കുറച്ച് ദിവസം പുറകോട്ടാണ്. മാർച്ചിലാണ് യഥാർത്ഥ ഈ സംഭവം നടക്കുന്നെങ്കിലും റഷ്യയിലെ കലണ്ടറിൽ അത് ഫെബ്രുവരി ആയതുകൊണ്ട് റഷ്യക്കാർ അതിനെ പറയുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ്, ഫെബ്രുവരി വിപ്ലവം എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഫെബ്രുവരി റവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഈ മാർച്ച് 1917 മാർച്ച് 8-ന് പെട്രോഗ്രാഡിലേക്ക് അവിടുത്തെ സ്ത്രീകൾ അവരെന്താണ് അവരെ ഡിമാൻഡ് ചെയ്യപ്പെട്ടത്, അവർക്ക് ഫുഡ് വേണമെന്നുള്ള ഡിമാൻഡോടുകൂടി അവർ സമരം നടത്തുകയും ഈ സമരത്തിന് കോമൺ പീപ്പിൾ, പ്രത്യേകിച്ച് വർക്കേഴ്സ് അതിനോട് ജോയിൻ ചെയ്യുകയും അതൊരു വലിയ സമരമായി മാറുകയും അതിനുശേഷം ഈ പെട്രോഗ്രാഡ് പിടിച്ചെടുക്കുകയും അവിടുത്തെ ഭരണകേന്ദ്രമായ പെട്രോഗ്രാഡ് പിടിച്ചെടുക്കുകയും നിക്കോളാസ് സെക്കൻഡ്, അവിടുത്തെ ചക്രവർത്തിയായ നിക്കോളാസ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ കെറൻസ്കി, അദ്ദേഹം മെൻഷെവിക്കിൻ്റെ നേതാവായിരുന്ന അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷ്യൽ ഗവൺമെൻറ്, ഒരു പ്രാദേശിക ഭരണ സംവിധാനം റഷ്യയിൽ നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻ്റർനാഷണൽ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ മാർച്ച് ആണെങ്കിലും റഷ്യൻ കലണ്ടറിൽ അപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് അവരതിനെ വിശേഷിപ്പിക്കുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ്. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ്റെ ഡേറ്റ് ഇത് ഓർമ്മിച്ചോളണം, മാർച്ചിലാണ് നടക്കുന്നതെങ്കിലും റഷ്യൻ കലണ്ടറിൽ അത് ഫെബ്രുവരിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ പേര് വരുന്നത് കേട്ടോ.